നമസ്കാരം. കരുവൻപോയിൽ ന്യൂസിലേക്ക് സ്വാഗതം. ചെമ്പറ്റേരി ഭാഗങ്ങളിൽ പന്നി ശല്യം രൂക്ഷം, കൃഷിക്കാർ ദുരിതത്തിൽ. ഇത് പന്നിശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഏകദേശം ഒരു 3-5 വർഷത്തിന് ഇപ്പറായത് ഉണ്ടായത്. മുമ്പൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ നമ്മുടെ നാട്ടില്. അതിന് വേലിന്റെ അതിനൊരു പ്രശ്നമില്ല. നമ്മൾ നടുക, അതിന് വിളവെടുക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇതിനോട് കൂടി കൃഷിയിൽ നിന്ന് തന്നെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുക. എന്ന് വെച്ചാൽ അത്രയും വലിയ ശല്യം. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ വെച്ചാൽ ഏകദേശം എല്ലായിടത്തു നിന്ന് കിട്ടുന്ന ഒരുപാട് കർഷക ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കിഴങ്ങായാലും സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ഒരുപാട് വിലയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് നടുക എന്നുള്ളതാണ്. കളക്ഷൻ്റെ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു തവണ കിട്ടിയത് പിന്നെ കിട്ടാൻ പോലും ഇല്ലാത്ത രീതിയിലുള്ള പലതുമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതാണ് നമ്മളുടെ പ്രശ്നം. സാധാരണ ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ ഈ കൃഷിയിൽ നിന്ന് മാത്രം ജീവിക്കുന്നവനാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ഉണ്ടാവും, ഒരു വർഷം. ആ സീസണിൽ നമുക്ക് അത് നേടിയെടുക്കാൻ കാത്തിരിക്കുന്ന വിത്തോളം കൊണ്ടുപോയി കാണുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത് അതിലും കുറച്ചുകൂടി മുന്നിലാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമുക്ക് പിന്നീട് കളക്ട് ചെയ്യാൻ കഴിയാത്ത, അത് അപൂർവമായിട്ടുള്ളതാണ്. എൻ്റെ അടുത്തിപ്പോൾ നമുക്ക് കാച്ചിലാണെങ്കിൽ തന്നെ 9 ഐറ്റംസ് കാച്ചിൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ പല കാച്ചിലും എൻ്റെ അടുത്ത് നിന്ന് അത് പോയി. പിന്നെ മധുരക്കിഴങ്ങാണെങ്കിൽ എൻ്റെ 8 ഐറ്റം മധുരക്കിഴങ്ങുണ്ട്. അത് കുറച്ചൊക്കെ ഇപ്പോൾ ബാക്കിയുണ്ട്. കപ്പയാണെങ്കിലും ഉണ്ടായിരുന്ന ഒത്തിരി ഐറ്റംസ്. ഇത് കളക്ഷനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കളക്ഷനിൽ പലതും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള എൻ്റെ ഈ വർഷത്തെ ഈ പന്നിശല്യം കൊണ്ടുള്ളത്. മാത്രമല്ല ഇത്തവണ ആദ്യം വന്നപ്പം നമ്മൾ ഒരു വിത്ത് ഇറക്കി ഒരു തവണ നഷ്ടപ്പെട്ട് വീണ്ടും വിത്ത് മാറ്റി കുത്തുകയൊക്കെ ചെയ്ത് അത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ വർഷത്തെ കൃഷി അത് ഞാൻ അങ്ങ് നിർത്തി. ഇനി കുറച്ച് മഞ്ഞൾ മാത്രം ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം കഴിഞ്ഞു. പിന്നെ വെച്ചാൽ രാത്രി കാലങ്ങളിലാണെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ എല്ലാം വർക്കിംഗ് ആയാൽ തന്നെ കുറേയൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട്. കാരണം ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. എങ്കിലും കുറേയൊക്കെ ജനവാസമുള്ള ഏരിയ ആയതിൻ്റെ പേരിൽ കുറേയൊക്കെ പോവുമായിരുന്നു ലൈറ്റ് ഉണ്ടെങ്കിൽ. ലൈറ്റൊന്നും ഇപ്പോൾ ഒന്നും കത്തുന്നില്ല. അതിനു വേണ്ടി 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും നാളെ മറ്റന്നാളെ അടുത്ത ആഴ്ച അടുത്ത മാസം ഞങ്ങൾ തീരുമാനത്തിലുണ്ട് എന്ന് പറയാനല്ലാണ്ട് ഇതുവരെ അതിനൊന്നും കാര്യമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. കരുവൻപോയിലിലെ ഈ വൈകുന്നേര കാഴ്ചകൾ ഇനി എത്ര കാലം? കരുവൻപോയിൽക്കാരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കളിയാണ് വോളിബോൾ. വർഷങ്ങളായിട്ട് തന്നെ പ്രായമുള്ളവരും ഇവിടുത്തെ യുവാക്കളും ഒക്കെ തന്നെ കരുവൻപോയിലിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വോളിബോൾ കളിക്കുന്നത് നമ്മൾക്ക് കാണാം. പല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സ്ഥിരമായിട്ടുള്ളൊരു ഗ്രൗണ്ട് എവിടെയും ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾ അവരുടെ ഇഷ്ടത്തിന് കൊടുക്കുന്ന ഒരു കാഴ്ച മാത്രമാണ്. ഇനി എത്ര കാലമാണ് നമ്മൾ ഈ കളി കാണുക? കനത്ത മഴയെ തുടർന്ന് ചുള്ളിയാട് മുക്ക് പുഴയോരത്ത് മതിലിടിഞ്ഞു, യാത്രക്കാർ ദുരിതത്തിൽ.